പ്രീമിയം ആയിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ ആണ് കാണുമ്പോൾ ഹെവി ആപ്ലിക്ക് വന്നേക്കുന്നത്. എന്നാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസസിലുള്ള ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ 2 കാറ്റലോഗ്സ് കാണിക്കുന്നുണ്ട്. ഒന്നിൽ യോക്ക് പാറ്റേണിലാണ് ഈ ആപ്ലിക്ക് പോയിരിക്കുന്നതെങ്കിൽ ഒന്നിൽ ഡയമണ്ട് ബേസ് ആയിട്ടുള്ള ആപ്ലിക്കാണ് പോയിരിക്കുക. സോ ഇഷ്ടമുള്ള സ്റ്റൈല് യോക്ക് വേണ്ടവർക്ക് യോക്ക് സെലക്ട് ചെയ്യാം, ഡയമണ്ട് വേണ്ടവർക്ക് ഡയമണ്ട് സെലക്ട് ചെയ്യാം. എല്ലാം വളരെ ലിമിറ്റഡ് പീസസ് ആണ്. സിംഗിൾ പീസ് അല്ലെങ്കിൽ 2 പീസ് അത്രയൊക്കെ വരുന്നുള്ളൂ ഇങ്ങനത്തെ ഐറ്റത്തിൽ. കളേഴ്സ് രണ്ടത്തിലും ഇത്രയും വരുന്നുണ്ട്. ഒരു കോറൽ പീച്ച് കളറാണ്. വീഡിയോയിൽ കുറച്ച് പേസ്റ്റലായിട്ടാണ് വരുന്നത്. അത്രയും പേസ്റ്റൽ ചൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കും. ഇതിലെ വർക്ക് കണ്ടോ, അത് യോക്ക് മാത്രമല്ല കേട്ടോ, അത് ബാക്കി താഴ്ഭാഗത്തും അതിൻ്റെ മുകളിലോട്ടും ആ ഒരു ആപ്ലിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ യോക്കിലും വരുന്നുണ്ട്. യോക്കിൽ ഓൾറെഡി ആ നെക്ക് പാറ്റേൺ ഫിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത്. നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും. അതായത് ഓവർ വർക്ക്സ് ഒന്നും ഇല്ലാതെ എന്നാൽ സിമ്പിൾ എന്നാൽ ഭയങ്കര ലുക്ക് വേണം എന്നുള്ളവർക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഇഷ്ടം. ദുപ്പട്ട സെയിം കളർ തന്നെ 2 ബോർഡേഴ്സും ഹെവി ആയിട്ട് തന്നെ ആപ്ലിക്ക് ചെയ്തേക്കുക. നല്ല ഫിനിഷിംഗ് ആണ്. ബാക്കി പോർഷൻസിൽ ചെറിയ വർക്ക്സ്, ചെറിയ എംബ്രോയിഡറി വർക്ക്സ് ആണ് കൊടുത്തേക്കുക. ഇത് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മിന്റ് ഗ്രീൻ കളറാണ്. സീ ഗ്രീൻ അല്ല, വീഡിയോയിൽ ബ്ലൂ ആണ്. ബ്ലൂ അല്ല, നേരിട്ട് കാണുമ്പോൾ ഗ്രീനിന്റെ ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ടോൺ ആണ്. ലൈറ്റ് ഗ്രീൻ ബേസ് ആയിട്ടുള്ള കളർ, ഡയമണ്ട് ബോർഡർ, പിന്നെ ആപ്പിൾ പോർഷനിലോട്ടും ഒരു ഫ്ലവർ വർക്ക്സ് ആയിട്ടുള്ള ഒരു ആപ്ലിക്ക് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ യോക്ക് പോർഷനിലും ആപ്ലിക്ക് വന്നിട്ടുണ്ട്. നല്ല പ്രീമിയം ഐറ്റം ആണ് ഇത്. മത്സന്തേര് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. സോ സമ്മർ സ്പെഷ്യലാണ്. ചൂടൊന്നും എടുക്കുകയില്ല. കോട്ടൺ ലൈനിങ്ങും കൂടി ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ദുപ്പട്ടയുടെ താഴെ ഭാഗത്ത് ടാസിൽസും ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ടാസിൽസും വരുന്നുണ്ട്. സോ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതേപോലെയാണ്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈപ്പ് ഒരു ഷെയ്ഡാണ്. അതായത് അധികം ഇല്ല, ഒരു ടസ്റ്റി ഓർക്കിഡിൻ്റെ അത്രയും ഡാർക്ക് അല്ല, ഇച്ചിരൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ്. അധികം ഇല്ലാത്ത പോലത്തെ ഒരു കളർ ഷെയ്ഡ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വന്നിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലുള്ള ഐറ്റം ആണ്. ആൻഡ് ഇത്രയും ഹെവി ആപ്ലിക്ക് വരുന്നതുകൊണ്ട് തന്നെ റേറ്റ് വന്നിരിക്കുന്നത് 1980 ആണ്. 1980 പ്രൈസ് വരുന്നത്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി. ആപ്ലിക്കാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഫാബ്രിക് അല്ല, അത് ഡയമണ്ട് അപ്പർ പോർഷൻ, യോക്ക് പോർഷൻ, പിന്നെ ദുപ്പട്ടയുടെ 2 ബോർഡേഴ്സും ഫുൾ ആപ്ലിക്ക് വർക്കാണ് വന്നേക്കുക. ഇത് ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. വീഡിയോയിൽ ഇത് കുറച്ചും കൂടെ പേസ്റ്റലായിട്ടാണ് വന്നിരിക്കും. അത്രയും പേസ്റ്റലല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടിരിക്കും. എന്നാൽ ഈ കാറ്റലോഗ് ഫുള്ളും പേസ്റ്റൽ ടോൺസ് ആണ് ആഡ് ചെയ്തേക്കുക. വീഡിയോയിൽ ആ പേസ്റ്റൽ ടോൺസിനെ കുറച്ചും കൂടെ പേസ്റ്റലാക്കിയാണ് കാണിച്ചിരിക്കുന്നത്. അത്രയും പേസ്റ്റലല്ല, ഇച്ചിരി ഡാർക്കാണ്. ഇത് സമ്മർ സ്പെഷ്യൽ എന്നാൽ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്. പ്രീമിയം ഗെറ്റപ്പാണ്. ഹെവി ആപ്ലിക് പാറ്റേൺസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ 4 കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1980 ആണ് പ്രൈസ്, വിത്ത് ഫ്രീ ഷിപ്പിംഗ്, ലിമിറ്റഡ് ക്വാണ്ടിറ്റി. ഇങ്ങനെയുള്ള ഐറ്റംസ് വേണ്ടവർ വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളുക. സോ ഇതല്ലാതെ ഇനിയും ഉണ്ട് ഇതുപോലെ ആപ്ലിക് വർക്ക്സ് ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വരുന്നത്. ഞാൻ 2 കാറ്റലോഗ്സ് കാണിച്ചായിരുന്നു. ഇപ്പോൾ ഒരു വീഡിയോയുടെ തന്നെ ലെങ്ത് കൂടിപ്പോയി ഒരു കാറ്റലോഗ് തന്നെ. സോ നെക്സ്റ്റ് വീഡിയോയുടെ അടുത്ത കാറ്റലോഗ് കാണിക്കാം. താങ്ക്